50-ആണെങ്കിൽ നടക്കത്തില്ല, 1-നാണെങ്കിലും നടക്കത്തുള്ളൂ. തനിക്ക് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവരെ ചെറുക്കൻ ഹെൽമെറ്റ് വെക്കാതെ നടക്കുവോ? മക്കളെ, എല്ലാം പറഞ്ഞ പോലെ വീടൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, എന്നെ തന്നെ വിളിക്കണം. അപ്പൊ ശരിയാണ്, പോട്ടെ. പക്ഷേ ഇതൊരു മാതിരി. എടാ, നീ ചുറ്റുവട്ടത്തുള്ള വീടൊക്കെ നോക്കി, അത്ര വലിയ സെറ്റപ്പ് ഇല്ലെങ്കിലും ഈ സെറ്റപ്പിനൊക്കെ ഇത് മതി. അപ്പൊ ശരിയാണ്, പോയിട്ട് വരാം. ഒരു സ്ഥലക്കച്ചവടം. വേറെ ഇഷ്ടപ്പെടലുകൾ. ഒരു ശ്മശാന ഫീൽ. ഇങ്ങോട്ട് വാടാ നാറി. എനിക്കൊന്നുമില്ലേ? നിനക്കോ? തൽക്കാലം ഇത് കുടിച്ചാ മതി. വേണമെങ്കിൽ ഒരു ജ്യൂസ് വെച്ചു. അണ്ണാ, നമുക്ക് ഈ പഠിത്തമൊക്കെ തീർത്തിട്ട് വല്ല ബിസിനസ് തുടങ്ങിയാലോ? പണ്ട് ഇവൻ ജെട്ടി ബിസിനസ് തുടങ്ങിയൊന്നും വേണ്ട. അവസാന ജെട്ടി ബിസിനസ് പൊട്ടിയിട്ട് ആ ജെട്ടി മൊത്തം നമ്മൾ വന്ന് കണ്ട കണ്ട ജെട്ടികൾ. ഇട പൊട്ട, വീട്ടുകാര് ചേർത്ത ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് ഈ പന്ന പുഴുത്ത വീട്ടിൽ വന്ന് താമസിക്കുന്ന എന്തുകൊണ്ടാ? 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 പറ്റി ഗോവ ഗോവ എടാ, നമ്മള് 4 പേരും ഗോവ കടപ്പുറത്ത് മതന്മാരുടെ ഇടയില് ജട്ടി ഇട്ട് കിടക്കുന്നത് ആലോചിച്ച് പോയിക്കടാ. തങ്കം ചട്ടിയല്ലേ? വെറുതെ ആക്കാനെ നോക്കി അടിച്ചു വിട്ടാതാ. ഇതിനും പേര് പാട്ടായിരുന്നു. എടാ, എന്തായാലും ഒന്ന് ക്ലാസ് മുടങ്ങി. നമ്മളെല്ലാവരും താമസിക്കുന്ന സ്ഥലമല്ലേ, നമുക്കൊന്ന് ഇവിടെ ക്ലീൻ ചെയ്യണം. അത് കറക്റ്റ് കാര്യമായിരുന്നു, ഞാനത് പറയാതിരിക്കുമായിരുന്നു. മാങ്ങേ, നീ വീടും പരിസരവും ഒക്കെ ക്ലീൻ ചെയ്യും. പിന്നെ നിന്റെ പേരെന്താ? ചന്തി, നീ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്ക്. പിന്നെ നീ അടുക്കളയിൽ പോയി വേണ്ട സാധനത്തിന്റെ ലിസ്റ്റ് എല്ലാം എടുത്ത് മേടിച്ചോണ്ട് പോവാ. ഓക്കെ. അപ്പൊ നീയോ? നിങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യും. ഇങ്ങോട്ട് എന്താടാ
വത്സ, കുടുകുടുസ്വാമിയുടെ ഭാഗ്യമല്ല ഈ ഭാഗ്യം എന്ന് ഇന്ന് കാണാൻ ആർക്കാ ഭാഗ്യം വെറുതെ കിട്ടുന്ന ഒരു സമയം. നമുക്കൊക്കെ ഈ ഇത് ഭാഗ്യമുള്ളൂ. ഭാഗ്യമുള്ളവർക്ക് ഭാഗ്യമുള്ള സമയത്ത് ഭാഗ്യം കൊണ്ട് കിട്ടുന്നതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഈ ഭാഗ്യം പല രീതിയിൽ നമ്മളിലേക്ക് കടന്നു വരാം. നമ്മളത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് ഭാഗ്യമായി മാറുന്നത്. ഈ ദൈവം തോണിലും തുരുമ്പിലും ഉണ്ടെന്നില്ലേ പറയുന്നത്. ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ കുക്കുടാനന്ദ സരസ്വതി സ്വാമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ബെല്ലൈക്കണും കൂടെ ഡിങ് 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 അടിക്കാനും മറക്കരുത്. സ്വാമി വിടവാകട്ടെ. എടാ പൊട്ടാവ യൂട്യൂബിൽ പൈസ ഇടാൻ വേണ്ടി പറയുന്നത്. നീ ഇത് കേട്ടല്ലേ തങ്കച്ചേട്ടി തുടങ്ങി പൊട്ടിയത്? എടിച്ച പോലെ പണിക്കും പോടാ. തങ്കച്ചേട്ടിയുടെ പൊട്ട. കുടുകുടുസ്വാമിയുടെ അവന്റെ കളി. വത്സ, ഭാഗ്യമുള്ളവർക്ക് ഭാഗ്യമുള്ള സമയത്ത് ഭാഗ്യം കൊണ്ട് കിട്ടുന്നതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഹലോ, டேய், நான் தான் செந்தில் பேசுறேன். இன்னைக்கு நம்ம டீல் க்ளோஸ் பண்ணி ஆகணும். நீ கேட்ட மாதிரி 10 லட்சம் ரூபாய் கொடுக்கறதுக்கு அம்மா ஓகே பண்ணிட்டாங்க. 10 ലക്ഷം? ஆமா, 10 லட்சம். நீயே சொல்லு எங்க கொண்டு வரதுன்னு. ചിങ്ങവന റെയിൽവേ സ്റ്റേഷൻ. ஓகே, சிங்கண்ணா ரயில்வே ஸ்டேஷன். ஆனா நீ மட்டும்தான் வரணும். கூட யாரையும் கூட்டி வரக்கூடாது. ഓക്കെ, 10 ലക്ഷം രൂപ. ഹലോ, ഞാൻ അവിടെ ഉണ്ട്. ரயில்வே ஸ்டேஷனுக்கு பின்னாடி உள்ள கேஷ் கவுண்டர்ல பேக் வச்சிருக்கேன். நீ தேவைப்பட்ட மாதிரி 10 லட்சம் ரூபாயும் இருக்கு. இந்த டீல் இங்கேருந்து க்ளோஸ் ஆகணும். யாருக்கும் தெரியக்கூடாது. போய் எடுத்துக்கோ. എവിടാ ഇത്? ഇതെന്തോന്ന്? ഇത് തന്നെ. പൈസ, പണം ആരും കണ്ടില്ല. എനിക്ക് തന്നെ ഇത്. രക്ഷപ്രഭു. അയ്യോ, വീണ്ടും പറ്റി. ഇവന്മാർക്ക് പറ്റിക്കൊണ്ട് വീട്ടിലിരുന്നാ പോലെ. എല്ലാവരും പോയി രക്ഷപ്പെട്ട്. ഞാൻ പടക്കാരൻ. അടിക്കാൻ ഇവരെന്താ ഇങ്ങനെ? നീ എന്താ ഇങ്ങനെ വിളിച്ചത് നന്നായി. വീടിന്റെ 20% റെന്റ്, 50% ഞാൻ കൊടുക്കും. ഇന്ന എനിക്ക് ഒറ്റയ്ക്ക് റൂം, പിന്നെ AC, അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ രാവിലെ കഞ്ഞി പറയൊന്നും പറ്റില്ല. പ്രോട്ടീനുള്ള ഫുഡ്. പൈസ എത്ര വേണമെങ്കിലും തരാം, ചോദിച്ചാ മതി. പക്ഷെ സൂക്ഷിച്ച് ചെലവാക്കണം. സില്ലി ബഗേസ്. സത്യം പറ, എവിടുന്നാണ് പൈസ കിട്ടിയത്? പട്ടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ പട്ടികളെ. ഓ അധ്വാനിച്ച ഏത് കുഞ്ഞമ്മ? കൊച്ചച്ഛന്റെ ഭാര്യ. സത്യം പറയണ അലമ്പ് നിർത്തിട്ട് ആരെങ്കിലും ഡോറ് തുറക്കണം. പട്ടികളെ. Yes. നമ്മളെ ആരും പെടുത്തിയടാ. പെടുത്തിയടാ, നമ്മളെ ആരും പെടുത്തിയടാ. ആരായിരിക്കും? ഒന്നാലോചിക്കാണ്. ആര് ആര്? ആൾക്കാര് ശാന്ത. എന്റെ തല കറങ്ങുന്നു. കിട്ടി.
ആ വെള്ളയിട്ട തെണ്ടി. ചെറ്റകളെ പിന്നെ ഇരിക്കുന്ന ആരാളാ? നിങ്ങള് നേരത്തെ വന്നായിരുന്നല്ലേ? சிறியடா இப்ப சிறியடா இப்ப சிறியடா நீ വേല് അന്നം വരുന്നടാ. എങ്കടാ പിള്ളേ? സെൽഫി പുള്ളാണ്. മിണ്ടാതിരിക്കടാ. വേല് അത് കൊടറാ. എടാ പൊന്നടാ, ഫോണിലല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. ഇത് പൂച്ചയല്ലേ? ஆமா எங்கிங்கனி எங்கடா அவன்? ஐயோ அண்ணா அண்ணி முருகா தங்கோ, நான் இங்கதான் இருக்கேன். நீ எங்க இருக்கே? ஓ அங்க இருக்கியா? ഇതേതാ ഈ പാണ്ടി? അതാണ് ലേസർ മാർട്ടിൻ. ഇവിടം തൊട്ടങ്ങ് കൊച്ചി വരെ അവൻ ലേസർ മാർട്ടിൻ. ആണ്ടിപ്പെട്ടി മുതൽ അങ്ങ് കന്യാകുമാരി വരെ അവൻ കറുപ്പയ്യൻ. അതിനെന്തിനാണ് ഞങ്ങളെ പിടിച്ചോണ്ട് വരുന്നേ? എടാ നീയൊക്കെ അവന്റെ പൂച്ച എടുത്തോണ്ടെന്ന് അവൻ പറയുന്നത്. നീയൊക്കെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന് തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല ആ പോയ മുതൽ ഇങ്ങോട്ട് തിരിച്ചു വരും ഒരു സിഗരറ്റും കത്തിച്ചുകൊണ്ട്. ആ സിഗരറ്റ് കത്തി തീരുന്നിടം വരെ ഉള്ളൂ നിന്റെയൊക്കെ ആയുസ്. അത് കഴിഞ്ഞ അവൻ ആ ലേസർ എടുത്തിട്ട് നിന്റെ കണ്ണിലോട്ട് എടുത്തിട്ട് അടിക്കുവങ്ങ്. പിന്നെ അവനേക്കാൾ കൂടി ഒരു ഐറ്റം അവന്റെ വീട്ടിലിരിക്കും, അവന്റെ ഭാര്യ. അപ്പൊ കണ്ടില്ലേ അങ്ങോട്ട് ഓടിപ്പോയത്? അവൻ ഈ ലോകത്താകെ പേടിയുള്ളത് ആ പെണ്ണും പിള്ളേ മാത്രമാണ്. அண்ணா நான் அந்த பூனை பாருண்ணா பாவம். நான் அந்த எலிய பாருண்ணா. எலி கடையாடா, செறியடா அது செறி. குடிக்க மாட்டீங்களோ? உன்னோட அம்பியர் அந்த பூனைக்கு இருந்திருந்தா இந்நேரம் அந்த செடியை பிடிச்சிருப்பானே. அண்ணா நமக்கு இனி மாதிரி இருக்கண்ணா. ஐயோ நீ என்ன தங்க புது விளையாட்டா? நீ எல்லாம் ஒரு ரவுண்டியோட முண்டோ. 6 மாசமா என் குழந்தைங்க இல்ல. இனிமே உனக்கு 4 நாள் டைம் தரேன். அதுக்குள்ள என் குழந்தைங்க இல்ல, உனக்கு சோறும் கிடையாது, ஒரு மண்ணும் கிடையாது. உனக்கு இருக்குடா, உனக்கு முண்டோ. அங்க 2 நாள் லீவ் கிடைக்குமா? எதுக்கு? ஆண்டிப்பட்டியில அம்மாவன் சௌக்கியமா இருக்க வேலை. புது வைப்பானா? சொல்லியாச்சா? சொல்லில கொல்லு கொல்லு கொல்லு. சேட்டு முடிச்சாச்சு, வாய்ஸும் முடிச்சாச்சு. என்னடா பூசட்டை எல்லாம் போட்டு பூக்கான நினைப்பா? கண்காமிடா கண்காமிடா, மணியெல்லாம் போச்சு. மணியும் போச்சு, துணியும் போச்சு. எவன் வேற சோக்கு வெயிட் பண்ணிட்டு இருக்கா? എടാ വെല്ലും പേക്കൊന്നും ഇല്ല, പിടിച്ചിരുന്നാ കേട്ടോ. ஐயோ அண்ணா, அந்த பாட்டு கொஞ்சம் ஒர்க் பண்ணுமா? பத்தத்தில்ல. போட்டியா எப்படா? தங்கம் அண்ணா கொஞ்சம் கொட்றா. തരൂല. എടാ പിടിച്ചിരുന്നോണേ. വീട്ടിൽ കെട്ടില്ല, തന്നിട്ട്
അണ്ണാ സ്പീഡ് പടാണ് അണ്ണാ അടിച്ച് കൊല്ലി മതി വേഗം വിട്ടോ അയ്യോ ഇവിടെ കൊണ്ടു ബ്രാൻഡി കുപ്പിടാ അയ്യോ തിരുട്ട് പസങ്ക അത് കൊണ്ടുവച്ചേ അയ്യോ കുടിച്ച് തീർക്കുന്നതാ അല്ല അയ്യോ എടാ சாப்பிடுடா அவங்கள எல்லாம் சாப்பிடுவே ஆரம்பிக்கலாங்களா போய்ச்சா ஆரம்பிக்கலாங்களா மாட்டை வெட்டி பீசு பீஸாக்கு வேண்டாம் ரப்பா ரப்பான்னு வெட்டுவேன் ரப்பா ரப்பான்னு போய்ச்சா குறாது ரப்பா ரப்பான்னு வெட்டுவேடா ഈ ഇറക്കൽ മാധവനെ കാണിക്കാ ഏത് മാധവനെ കാണാ ആ തടിയുണ്ടോ കൂടെ ഒന്നല്ലടാ രണ്ടെണ്ണുണ്ട് நம்ம வண்டியா இங்க இருக்கு வேலு ஏறு வேலு ஏறு சீக்கிரம் ஸ்டார்ட் தங்கம் டேய் எங்கடா இருக்கு என்னாச்சு கிடைச்சாச்சா நான் அவரை சேஸ் பண்ணிட்டு இருந்தேன் ஆனா அந்த திருட்டு பசங்க எஸ்கேப் ஆயிடுச்சு என்னடா சொல்ற பண்ணாடு நான் என்ன பண்ண முடியும் அவன் இப்ப எங்க இருக்க அவனை ஃபாலோ பண்ண அவன் பின்னாடி போ அவன் வீட்டு பக்கம் போ அவன் வீட்டுக்குள்ள ஏறி பிடிச்சிட்டு வாடா உன்னால முடியும்டா உன்னால மட்டும்தான் முடியும் சரி தங்கம் அவ வீடுங்க அண்ணா ஆலப்புழன் நினைக்க வண்டி ஏறா அம்மா நம்ம காசு கொடுத்து ட்ராக் பண்ணோமே அது மட்டும் யாரும் கிடையாது லேசர் மாட்டியோட ஆளுங்க அவங்கள நம்ம தூக்கியாச்சு என்ன பண்ணணுமா லாக் பண்ணு